Hello, today we have a class 10 grammar question. Okay, so it's editing. Identify the error in the given sentence and give the correction. Okay, എന്താണ് മിസ്റ്റേക്ക് സെൻറ്റൻസിലുള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കറക്ഷൻ, പ്രോപ്പറായിട്ടുള്ള കറക്ഷൻ ഏതാണെന്നുള്ളത് കൊടുക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പ്രോബ്ലം ഇല്ല, സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും ഏകദേശം. ബട്ട് പ്രോബ്ലം വരുന്നത് വെൻ യു ഹാവ് ഓപ്ഷൻസ് കാണുമ്പോഴാണ് വി ഗെറ്റ് കൺഫ്യൂഷൻസ്. അപ്പം അതിനൊന്നും നിൽക്കാതെ നമുക്ക് വേണമെങ്കിൽ സെൻറ്റൻസ് നോക്കാം. ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സെൻറ്റൻസ് ഒന്ന് നോക്കുക. അതിൽ യൂഷ്വലി സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ടെൻസോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ ഡിറ്റർമിനർ അങ്ങനെയുള്ള ഇതുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എറേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണുന്നുണ്ട്. റെസ്ക്യൂ. അപ്പോൾ ആ ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് വെച്ചിട്ട് സെൻറ്റൻസ് ഒന്ന് ഇതാക്കി നോക്കി നോക്കൂ. യെസ്റ്റർഡേ 2 men were rescued from a deep sewer by a policeman. ഒരിക്കലും റെസ്ക്യൂ എന്നുള്ള കറക്ഷൻ ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ്മാൻ ഇത് ഓൾറെഡി പാസീവ് വോയിസിലാണ് സെൻറ്റൻസ് കിടക്കുന്നത്. ബൈ എ പോലീസ്മാൻ 2 ആൾക്കാരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാസീവ് വോയിസിൽ എപ്പോഴും B3 ഫോമാണ്. അപ്പോൾ റെസ്ക്യൂഡ് എന്നുള്ള ഫോം അവിടെ മസ്റ്റാണ്. അവിടെ ഒരിക്കലും റെസ്ക്യൂ എന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അത് റോങ് ഓപ്ഷനാണ്. ഇനി അടുത്തത് നോക്കി നോക്കാം. യെസ്റ്റർഡേ 2 men were rescued from എന്ന് പറയുന്നതിന് പകരം for a deep sewer by a policeman. ഇല്ല, for പ്രപ്പോസിഷൻ ശരിയാകുന്നില്ല അല്ലേ. ഒരു ഡീപ്പ് സ്യൂവർ, ഡ്രെയിനേജിന് പോകുന്ന പൈപ്പിനെയാണ് സ്യൂവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്നുള്ളതിന് ഫ്രം തന്നെയാണ്. ഓക്കെ, ഫോർ അല്ല ഒരിക്കലും. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. ബൈ എ പോലീസ്മാൻ എന്നുള്ളതിന് പകരം ഇൻ എ പോലീസ്മാൻ. ഇറ്റ്സ് റിഡിക്കുലസ് അല്ലേ, അത് ഒരു ഫുളിഷ് ആൻസർ തന്നെയാണ്. ബൈ എ പോലീസ്മാൻ അത് പാസീവ് വോയിസ് ആണ്. അപ്പോൾ ബൈ തന്നെയാണ് അവിടെ പ്രോപ്പറായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ 3 ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, സീനിൽ നിന്ന് മാറ്റാം. ഇനി ലാസ്റ്റത്തെ ഓപ്ഷൻ നോക്കാം, മെൻ. അതൊന്ന് നോക്കാം. യെസ്റ്റർഡേ 2 men എന്നുള്ളതിന് പകരം 2 men എന്നുള്ളതൊന്ന് റീപ്ലേസ് ചെയ്ത് വായിച്ചു നോക്കുക. 2 men were rescued from a deep sewer by a policeman. ശരിയല്ലേ? 2ൻ്റെ കൂടെ സിംഗുലർ ഫോമാണ് വെക്കേണ്ടത്. 2 men ആണ് കറക്റ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ D, men. All right, thank you.